أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. قالوا يا ويلنا إنا كنا ظالمين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1030 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 11 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകം ഖസംനാ മിൻ ഖറിയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. قالوا يا ويلنا إنا كنا ظالمين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 11 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു മനുഷ്യ സമൂഹത്തിലേക്ക് വഴികാട്ടികളായി ദൂതന്മാരായിട്ട് അയക്കാറുള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ചിലരെയാണ് എന്നാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്നുകയും കുടിക്കുകയും കുടുംബത്തോടൊപ്പം ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ലേ, ഇയാൾ എങ്ങനെയാണ് ദൈവിക ദൂതനാവുക എന്നതാണ് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിന്ന മക്കയിലെ ആളുകൾ പലപ്പോഴായിട്ട് പറയുകയുണ്ടായ കാര്യം. അള്ളാഹുവിന്റെ ദൂതനായിട്ട് വരുന്ന ഒരാൾ ഒരു മലക്കൊക്കെ അല്ലേ ആവേണ്ടത്, നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യൻ ആവുക എന്നത് എങ്ങനെയാണ് സ്വീകാര്യമാവുക എന്നതൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന വിഷയം. അള്ളാഹു അവരോട് പറഞ്ഞത്, നിങ്ങള് വേദം നൽകപ്പെട്ട പൂർവിക സമൂഹങ്ങളോട് ചോദിച്ചു നോക്കുക, അവരാണല്ലോ പലതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പല ചോദ്യങ്ങളും ഉന്നയിക്കാൻ വേണ്ട പല കൗശലങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അവരാണ്. അവരോടൊന്ന് ചോദിച്ചു നോക്കുക. വസ്തുത ഇതാണ്, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാല, താങ്കൾക്ക് മുമ്പ് ചില മനുഷ്യരെ അല്ലാതെ ദൂതന്മാരായിട്ട് നാം അയക്കുകയുണ്ടായിട്ടില്ല. ചില റിജാല് മാത്രമാണ് ദൂതന്മാരായിട്ട് അയക്കപ്പെട്ടിട്ടുള്ളത്. ചില ആളുകൾ, ചില മനുഷ്യര്, ചില ആണുങ്ങൾ എന്നും
അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്തായാലും മനുഷ്യന്റെ കൂട്ടത്തിലെ ചിലരെ തന്നെയാണ് നാം ഇതിനു മുമ്പ് ദൂതന്മാരായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഒക്കെയും തന്നെ. നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ അഹ്ലുൽ ദിക്റിനോട്, അഹ്ലുൽ കിതാബിനോട്, അഹ്ലുൽ ഇൽമിനോട് ചോദിച്ചു നോക്കുക. അവര് പറഞ്ഞു തരും നിങ്ങൾക്ക്. അവര് വളരെ ആദരവോടുകൂടി പരിഗണിക്കുന്ന പല പ്രമുഖരായ ആളുകളും ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ അവരിലേക്ക് വന്ന മനുഷ്യരിൽപ്പെട്ട പ്രവാചകന്മാരായിരുന്നു. ഈ കാര്യമാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. പക്ഷെ ഈ ആളുകളുടെ നിഷേധഭാവം യാതൊരു മാറ്റവുമില്ലാതെ അങ്ങനെ നിലനിന്നു പോവുകയാണ്. അങ്ങനെ നിഷേധ നിലപാടില് മുരടുറച്ച് നിൽക്കുന്ന ആളുകൾ ചരിത്രത്തില് അത് ആദ്യമായിട്ടല്ല ഇപ്പോ രംഗത്ത് വരുന്നത്. നേരത്തെയും അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടികളും ഉണ്ടായിട്ടുണ്ട്. അക്കാര്യമാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വകം ഖസംന മിൻ ഖറിയത്തിൻ, എത്ര നാടുകളെയാണ് നാം നിലംപരിശാക്കിയിട്ടുള്ളത്, എത്ര നാടുകളെയാണ് നാം തവിട് പൊടിയാക്കിയിട്ടുള്ളത്. വകം ഖസംന, വകം അഹ്ലക്കിന എന്ന് പറയുന്ന അതേ ഉദ്ദേശത്തിൽ ആണ് ഈ പ്രയോഗം. വകം ഖസംന മിൻ ഖറിയത്തിൻ, എത്ര ഗ്രാമങ്ങളെ, എത്ര പട്ടണങ്ങളെ, എത്ര വാസസ്ഥലങ്ങളെ, അല്ലെങ്കിൽ എത്ര നാടുകളെ. ഖറിയത്ത് എന്നതിന് നമ്മുടെ കാലഘട്ടത്തിൽ നാടുകൾ എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ചേർച്ചയുള്ള അർത്ഥം. ഗ്രാമം എന്ന പ്രാഥമികമായ അർത്ഥമുണ്ട്, പട്ടണം എന്ന അർത്ഥമുണ്ട്. ജനവാസ കേന്ദ്രങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്കിന്റെ റൂട്ട് മീനിങ് അങ്ങനെയാണ്. അഖറ എന്ന വാക്കിൽ നിന്നാണ് അത് വരുന്നത്. അഖറ എന്ന് പറയുന്നത് കുറ്റിയടിക്കുക എന്നൊക്കെയാണ്. ഒരു ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു തമ്പ് കെട്ടാൻ വേണ്ടി കുറ്റിയടിച്ചിറക്കുന്നതിനാണ് ആ വാക്ക് പറയുന്നത്. അതിൽ നിന്നാണ് കറിയ ഒക്കെ വരുന്നത്. അത് പല വലിപ്പത്തിലും ജനസാന്ദ്രതയില് പല സ്റ്റേജിലുള്ള കറിയകൾ ഉണ്ടാകും. അപ്പോ വകം ഖസംന മിൻ ഖറിയത്തിൻ, എത്ര നാടുകളെയാണ് നാം നിലംപരിശാക്കിയുണ്ടായിട്ടുള്ളത്, നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നാം തകർത്ത് കളഞ്ഞിട്ടുള്ളത്. കാനത്ത് ളാലിമത്തൻ, അവര് കുറ്റവാളികളായിരുന്നു, അല്ലെങ്കിൽ അതിക്രമകാരികളായിരുന്നു. അതിക്രമകാരികളായ എത്ര നാടുകളെയാണ് നാം തകർത്ത് കളഞ്ഞത്. ഈ നാടുകള് അതിക്രമകാരികളാണ് എന്ന് പറയുന്നത് നാട്ടുകാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതൊരു സാഹിതീയമായ ഒരു ശൈലി എന്നേ ഉള്ളൂ. അറബി ഭാഷയിൽ മാത്രമല്ല, ലോകത്ത് സാഹിത്യരചന നിർവഹിക്കപ്പെടുന്ന മിക്ക ഭാഷകളിലും ഈ ഒരു ശൈലി കാണാൻ പറ്റും. നാട്ടിലെ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് നാട് എന്ന് പറയുന്ന ഒരു രീതി. അപ്പൊ എത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. ആ നാടുകള് അതിക്രമകാരികളായി മാറുകയായിരുന്നു. ആ നാട്ടിലെ ആളുകള് അതിക്രമകാരികളായി മാറുകയായിരുന്നു. അത് കാരണമായിട്ട് നാം അവരെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. വൽമ് ആണ് ഇവിടെ ഉപയോഗിക്കുന്ന പ്രയോഗം. വിശുദ്ധ ഖുർആനില് വേറൊരിടത്ത് ഇന്ന ശിർക ലളുൽമുൻ അളീം എന്ന് പറയുന്നത് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ ഏകത്വത്തില് മറ്റു പലരെയും പങ്കാളികളാക്കുന്ന നടപടി, അള്ളാഹുവിന്റെ ദിവ്യത്വത്തിൽ മറ്റു പലർക്കും ഇടം നൽകുന്ന, പങ്ക് നൽകുന്ന ആ സമീപനം, അതാണ് ഏറ്റവും ഭീകരമായ ദ്രോഹം, അക്രമം എന്നാണ്, ലുൽമ എന്നാണ് ഖുർആൻ തന്നെ വിശദമാക്കുന്നത്. അപ്പൊ ഈ നാട്ടിലെ ആളുകള് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നില്ല. ആത്മദ്രോഹം ചെയ്യുന്ന, അള്ളാഹുവിനോട് ദ്രോഹം ചെയ്യുന്ന അക്രമകാരികളായിരുന്നു അവര് എന്നതാണ് അവരുടെ ശ്രദ്ധേയമായ പ്രത്യേകത. അത് കാരണമായിട്ടാണ് ആ നാടുകൾ നശിപ്പിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. കാനത്ത് ളാലിമത്തൻ, ളാലിമത്തൻ എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക്. ഈ ഖറിയത്തുകള്
ലാലിമത്തുകളായിരുന്നു, അക്രമകാരികളായിരുന്നു, ആത്മദ്രോഹം ചെയ്യുന്നവരായിരുന്നു. അള്ളാഹുവിനെ ഏകനായ സൃഷ്ടാവായ റബ്ബായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവന് വിധേയപ്പെടുന്ന നിലപാട് സ്വീകരിച്ചവരായിരുന്നില്ല. അതുവഴി അവർ ആത്മദ്രോഹവും ദൈവനിന്ദയും അതുപോലെ സഹജീവികളോടും സഹസൃഷ്ടികളോടും ഒക്കെ തന്നെ നിന്ന കാണിക്കുന്നവരും അതിക്രമം ചെയ്യുന്നവരൊക്കെ ആയിട്ട് മാറുകയായിരുന്നു. എന്നിട്ടോ നാം ആ നാടുകളെ നശിപ്പിച്ചു കളഞ്ഞു. എത്രയോ നാടുകൾ അങ്ങനെയുണ്ട്. മാത്രമല്ല ആ ഇടങ്ങളിലൊക്കെ അവർക്ക് ശേഷം നാം വേറെ സമൂഹങ്ങളെ വളർത്തുകയും ചെയ്തു. വേറെ പല സമൂഹങ്ങൾക്കും വേരോട്ടം നേടാൻ അവസരം ഉണ്ടാക്കുകയും അവരവിടെ വളർന്ന് വലിയ വടവൃക്ഷം പോലെ പന്തലിച്ച് വരികയും ചെയ്തു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഈ സമൂഹങ്ങളും അവിടെ ഉണ്ടായിരുന്ന അതിക്രമകാരികളായ ആളുകളും നശിപ്പിക്കപ്പെട്ടത് കൊണ്ട് വിശേഷിച്ചിവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടില്ല, ഭൂമി പിളർന്നു പോയിട്ടില്ല. കാരണം ഈ ആളുകള് അതിക്രമകാരികളായിരുന്നതിനാലാണ് അള്ളാഹു അവരെ നശിപ്പിക്കുകയുണ്ടായത്. അങ്ങനെ അള്ളാഹു അവരെ നശിപ്പിച്ചപ്പോ പിന്നെ ആ നാട് മറ്റ് ചിലരെ അള്ളാഹു മറ്റു ചിലർക്കുള്ള ഇടമാക്കി കൊടുക്കുകയും അവിടെ അവര് തഴച്ചു വളരുകയും ചെയ്തു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ അൻഷഇന നശ്അത്ത് തുടങ്ങിയിട്ടുള്ള പദങ്ങൾ പലപ്പോഴും ഒരു കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പ്രയോഗിക്കുന്നത് കാണാം. വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടത്തും ഉണ്ട് അങ്ങനെ. അപ്പോ ഒരു അതുപോലെ ഇംഗ്ലീഷ് സാഹിത്യത്തില് വെജിറ്റബിൾ ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന ഒരു രീതി, അത് വളരെ വേഗത്തിലായിട്ട് തഴച്ചു വളരുന്ന, വേരോട്ടം നേടി ആ ഇടം പൂർണ്ണമായും മറ്റൊന്നായി മാറുന്ന ഒരു കാഴ്ച. ഒരു നശിപ്പിക്കപ്പെട്ട സമൂഹത്തിന്റെ അവശിഷ്ടങ്ങള് അങ്ങനെ കിടക്കുന്നു എന്നതല്ല, ആ ഇടം മറ്റൊരു സമൂഹം താമസിക്കുകയും അവിടെ അവരുടെ സാംസ്കാരികമായ അടയാളപ്പെടുത്തലുകളൊക്കെ നിറഞ്ഞു വരികയൊക്കെ ചെയ്തു. ഈ ഖറിയകളിൽ അവരെ നശിപ്പിച്ചതിന് ശേഷം നാം മറ്റു ചിലരെ, വേറെ ചില സമൂഹങ്ങളെ അവിടെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു, വളർത്തിയെടുക്കുകയും ചെയ്തു. അവർക്ക് താഴ്ച വളരാനും വടവൃക്ഷം കണക്കെ ഉയർന്നു നിൽക്കാനും ഒക്കെ നാം കരുത്തും പ്രാപ്തിയും ഒക്കെ നൽകി. ഇവരെ പൂർണ്ണമായിട്ട് അങ്ങ് നശിപ്പിച്ച് തുടച്ചു നീക്കിയതിന് ശേഷം അത് ഇവിടെ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. ആ സമൂഹങ്ങളെ തുടച്ചു നീക്കി എന്നത് ആരും അതിന്റെ പേരിൽ വല്ല കേസ് ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ വിചാരണക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അള്ളാഹുവിന് അതിന്റെ പേരിൽ, അള്ളാഹുവിനെതിരിൽ നടപടിയെടുക്കാനൊന്നും ഒരു പരമോന്നത കോടതിയും അതിന്റെ പേരിൽ രംഗത്ത് വന്നിട്ടില്ല. ഇതാണ് അള്ളാഹു പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നാം അത്തരം സമൂഹങ്ങളെ, അത്തരം നാടുകളെ നിലംപരിശാക്കി അല്ലെങ്കിൽ തകർത്തു കളഞ്ഞു. എന്നിട്ട് അവിടെ ആ ഇടങ്ങളിൽ വേറെ ചിലരെ വളർത്തുകയും ചെയ്തു. ഫലമ്മ അഹസ്സു ബഅസന, ഈ നശിപ്പിക്കപ്പെട്ട നാടുകളിലെ ആളുകള് നമ്മുടെ ശിക്ഷ വരുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടപ്പോ അള്ളാഹു വീണ്ടും അവിടെ വേറൊരു കൂട്ടരെ വളർത്തി എന്ന് പറയുന്നതിന് ശേഷമുള്ള കാര്യമല്ല, ആ നശിപ്പിക്കപ്പെട്ടു എന്ന സംഭവത്തിനോട് ചേർത്ത് പറയുന്ന കാര്യങ്ങളാണ്. ആ അവിടെ നശിപ്പിക്കപ്പെട്ടു, പിന്നെ അവിടെ വേറൊരു കൂട്ടർ വന്നു, ആ വന്നിട്ടും അവിടെ അതൊന്നും ആരും ചോദ്യം ചെയ്യാനൊന്നും വന്നിട്ടില്ല എന്നൊക്കെയുള്ള ഒരു പരോക്ഷമായ ഒരു സൂചന അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അവരെ നശിപ്പിച്ച ആ പശ്ചാത്തലത്തിലേക്ക് പോവുകയാണ്. ഫലമ്മ അഹസ്സു ബഅസന, നമ്മുടെ നടപടി, നമ്മുടെ ശിക്ഷ വരുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടപ്പോ
അതിന്റെ ആദ്യ ലക്ഷണങ്ങൾ അവർക്ക് ഉണ്ടായപ്പോ ഇദാഹും മിൻഹാ യർകുദൂൻ, അവരതാ ആ ഇടങ്ങളിൽ നിന്ന് അതിവേഗം ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഒരു നാട്ടില് ഭൂകമ്പം പോലെയുള്ള അല്ലെങ്കിൽ പ്രളയം പോലെയുള്ള സുനാമി പോലെയുള്ള ഒരു വലിയ ദുരന്തം ഉണ്ടാവുകയാണ് എന്ന് സങ്കല്പിച്ചു നോക്കുക. അപ്പൊ ആളുകൾ അതിനെക്കുറിച്ച് അറിയാനിടയാകുന്നതോടുകൂടി തന്നെ നമ്മൾ അതിൽ പോയി പെട്ടുപോകരുത് എന്ന് കരുതിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സാധിക്കുന്ന അത്രയും വേഗത്തില് ആ ദുരന്തം ബാധിക്കാനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് അവര് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ ഇദാഹും മിൻഹാ യർകുദൂൻ, നമ്മുടെ നടപടി, നമ്മുടെ ശിക്ഷ വരുന്നു എന്ന് അനുഭവപ്പെട്ടു തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അവരതാ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇദാഹും മിൻഹാ യർകുദൂൻ, അവര് സ്വന്തം നാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുക. അപ്പൊ അവരോട് പറയപ്പെടുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ലാ തർക്കുദൂ, ലാ തർക്കുദൂ, നിങ്ങള് ഓടല്ലേ, ഓടിപ്പോവല്ലേ, വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനിക്കും, നിങ്ങൾ കഴിഞ്ഞിരുന്ന സുഖാഡംബരങ്ങളും നിങ്ങളുടെ വസതികളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് തന്നെ തിരികെ പോയിക്കോളൂ എന്നാണ് അവരോട് പറയപ്പെട്ടത്. അവർക്ക് കേൾക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു വാചകമാണ്, ലാ തർക്കുദൂ, ഓടല്ലേ ഓടല്ലേ, വർജിഉ ഇലാ മാ ഉത്രിഫ്തും, നിങ്ങൾ ഏതൊരു സുഖാഡംബരങ്ങളിലായിരുന്നോ ഉണ്ടായിരുന്നത് അതിലേക്കൊക്കെ ഒന്ന് മടങ്ങിപ്പോയിക്കോളൂ, തിരിച്ചു പോയിക്കോളൂ. മസാഖിനിക്കും, നിങ്ങളുടെ വാസസ്ഥലങ്ങള്, നിങ്ങളുടെ ഭവനങ്ങള്, വീടുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ രമ്യഹർമ്മങ്ങൾ, നിങ്ങളുടെ വസതികൾ, നിങ്ങളുടെ കൊട്ടാര സമാനമായ പാർപ്പിടങ്ങൾ, നിങ്ങൾ വലിയ സുഖാഡംബരത്തിലായിരുന്നല്ലോ, അവിടെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകൂ. ലഅല്ലക്കും തുസ്അലൂൻ, നിങ്ങൾ അവിടെ ചോദിക്കപ്പെടും. പലരും നിങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ടാകും, പലർക്കും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാനുണ്ടാകും, പലരും നിങ്ങളുമായുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടി നിങ്ങളെ തിരക്കി വരുന്നുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക്, വീടുകളിലേക്ക്, സുഖാഡംബരങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകൂ, ഇവിടുന്ന് ഓടിപ്പോവല്ലേ എന്നാണ് അവരോട് തികഞ്ഞ പരിഹാസത്തോടു കൂടി ആ ഘട്ടത്തിൽ പറയപ്പെടുകയുണ്ടായത്. അവർ കേൾക്കുന്നത് അങ്ങനെ ഒരു പരിഹാസത്തിന്റെ വാക്കാണ്, അല്ലെങ്കിൽ പരിഹാസത്തിന്റെ സംസാരമാണ്. ലാ തർക്കുദൂ, നിങ്ങൾ ഓടിപ്പോവല്ലേ, സ്ഥലം വിടല്ലേ, വർജിഉ, നിങ്ങൾ തിരിച്ചു പോകൂ, ഇലാ മാ ഉത്രിഫ്തും ഫീഹി, ഏതൊരു ഇസ്രാഫിന്റെയും ഏതൊരു ദുർവ്യയത്തിന്റെയും അല്ലെങ്കിൽ ആർഭാടത്തിന്റെയും സുഖാഡംബരങ്ങളുടെയും അവസ്ഥയിലായിരുന്നോ നിങ്ങൾ ഉണ്ടായിരുന്നത്, ആ അവസ്ഥയിലേക്ക് ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമോ. മസാക്കിനിക്കും, നിങ്ങളുടെ ഭവനങ്ങളും ഉണ്ട് അവിടെ, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. എന്തിനാണ്, ലഅല്ലക്കും തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെടും എന്നാണ്. ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള വായനകൾക്ക് സാധ്യതയുള്ള ഒരു പ്രയോഗമാണ് അല്ലാഹു ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിന്റെ സാരാംശമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കപ്പെടാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോ ഈ ലാലിമുകളായ ആളുകൾ അവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ ആ ഓടി രക്ഷപ്പെടുന്ന ആളുകളെ അള്ളാഹു വളരെ പരിഹാസത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം കേൾപ്പിക്കുന്നത് എന്നതാണ് പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി. അതിന് പല ആംഗിളിലും അതിനെ വായിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകൂ, ആ സുഖാഡംബരങ്ങളിൽ കഴിയുമ്പോ നിങ്ങളുടെ ആർഭാടങ്ങളിലേക്ക് തന്നെ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ നന്നായി അനുഭവിച്ചോളൂ. അവിടെ നടക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയാണ്, അത് വേണ്ട വിധത്തിൽ നിങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ചോളൂ എന്ന് ഒരു വായന. മറ്റൊരു വായന, ഇപ്പൊ ഇവിടെ എന്തോ ഒരു പ്രകൃതി ദുരന്തമോ എന്തോ ഒരു പ്രകൃതിക്ഷോഭമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനും അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് നാളെ ആളുകൾ വരും.
നിങ്ങളെ തേടി. അപ്പോ നിങ്ങളല്ലാതെ അതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്കും സുഖാഡംബര കേന്ദ്രങ്ങളിലേക്കും ഒക്കെ തന്നെ തിരിച്ചു പോയിക്കോളൂ. അതൊക്കെ വലിയ സംഭവമാണല്ലോ. നാളെ പത്രക്കാർ വരും, ടെലിവിഷൻ ചാനലുകാർ വരും. അപ്പോ അവരോടൊക്കെ എന്താണ് ഉണ്ടായത്, എത്രത്തോളം വലിയ ആഘാതമായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോ നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയിക്കോളൂ എന്നാണ് പറയുന്നത് എന്നൊരു വായന വേറെ കാണാൻ പറ്റും. വേറെ ഒന്ന്, നിങ്ങളുടെ വിനോദ സദസ്സുകള്, നിങ്ങളുടെ ഒത്തുചേരൽ, ആരംഭങ്ങളുടെയും അതുപോലെ നിങ്ങളുടെ ആനന്ദ ആർഭാടങ്ങളുടെയും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക്, ആ ഒത്തുചേരലുകളിൽ നിങ്ങൾ വീണ്ടും നടത്തിയിട്ട് നിങ്ങൾ ആ വിനോദ സദസ്സുകൾ സംഘടിപ്പിച്ച് അതില് ആനന്ദിക്കുക. എന്തിനാണ്? ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണല്ലോ. നിങ്ങൾ അങ്ങോട്ട് തന്നെ പോടോ. നിങ്ങൾ അവിടെ പോയിട്ട് ആസ്വദിക്കുക, ആനന്ദിക്കുക. ജീവിതം എന്ന് പറയുന്നത് അതിനൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്ന വിധത്തില് നിങ്ങളുടെ പരിചാരകരും സേവകന്മാരും ഒക്കെ അവിടെ വരുന്നുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു തരാനും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വിളമ്പിത്തരാനും ഒക്കെ ആയിട്ട് അവരൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവില്ലേ. അങ്ങോട്ട് തന്നെ പോ എന്നാണ് മറ്റൊരു വായന. വേറൊരു വായന, നിങ്ങളുടെ സമിതികള്, കൂടിയാലോചന സമിതികള്, നിങ്ങളുടെ അസംബ്ലി, പാർലമെന്റ് ഒക്കെ വിളിച്ചു കൂട്ടൂ. എന്നിട്ട് നിങ്ങൾ കൂടിയാലോചന നടത്തൂ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വിധത്തിൽ നിങ്ങൾ പോയിട്ട് പഠിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്ത്. നിങ്ങളുടെ കേന്ദ്രങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് കടന്നു ചെല്ലു വീണ്ടും. എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു കൂടിയാലോചന നടത്തുക എന്ന വിധത്തിലൊരു വായന. അതുപോലെ നിങ്ങളുടെ സുചിന്തിതമായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആരായാനും നിങ്ങളുടെ കൽപ്പനകള് അനുസരിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ആശ്രിതരും അനുയായികളും ഒക്കെ അവിടെ സജ്ജരായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങൾ അങ്ങോട്ട് തന്നെ തിരിച്ചു ചെല്ലൂ എന്നാണ് ഈ നിർദ്ദേശം, അല്ലെങ്കിൽ അവർ കേട്ട ഈ അശരീരി സൂചിപ്പിക്കുന്നത് എന്നും വായനയുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ വായനകളുടെ ഒക്കെ പൊതുവായിട്ടുള്ള ഒരു സംഗതി, അള്ളാഹു വളരെ ഉദ്ദേശപൂർവം പരിഹസിക്കുകയാണ് ഇവരെ എന്നതാണ്. ലാ തർക്കുദു വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനികും ലഅല്ലകും തുസ്അലൂൻ. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ഭാഗം, അവസാനത്തിലുള്ള സംഗതി, അത് നിങ്ങളോട് പലതും തിരക്കാൻ, പലതും ചോദിക്കാൻ ആളുകൾ പലരും തേടിയും അന്വേഷിച്ചും തിരക്കിയൊക്കെ വരുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവോ എന്ന നിലക്കാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന നിലക്കും വായിക്കാതെ, പക്ഷെ അത് ഈ കോണ്ടെക്സ്റ്റിനോട് വല്ലാതെ ചേർന്നതാവുകയില്ല. അവര് ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു പക്ഷെ അള്ളാഹുവിന്റെ വിചാരണയിൽ, അള്ളാഹുവിന്റെ കോടതിയിലൊക്കെ അങ്ങനെ ഉണ്ടാകാം എന്നതല്ലാതെ ഈ പാർപ്പിടങ്ങളിലേക്കും വാസസ്ഥലങ്ങളിലേക്കും നിങ്ങളുടെ സുഖാഡംബര കേന്ദ്രങ്ങളിലേക്കും വിനോദ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ നിങ്ങൾ തിരിച്ചു പോകൂ, നിങ്ങൾ പേടിച്ച് നാട് വിട്ടു പോവല്ലേ എന്ന് പറയുന്നത്. നിങ്ങളെ തിരക്കി പലരും വരാനുണ്ടാവുക അവിടെ. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളായിരുന്നല്ലോ. എത്ര എത്ര ആളുകളാണ് നിങ്ങളെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ക്യൂ നിൽക്കാറുണ്ടായിരുന്നത്. അവരൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. വേഗം ചെല്ലൂ എന്നൊക്കെ നിലക്ക് വായിക്കാം എന്നതാണ് അതിന്റെ ഒരു സാധ്യതയായിട്ട് കാണുന്നത്. അപ്പോ ഈ ആളുകൾക്ക് പക്ഷെ അതൊന്നും അങ്ങ് തലയിൽ കയറുന്നില്ല. ഖാലു, അവര് പറയുന്നു, യാ വൈലന, ഞങ്ങളെ മഹാഭാഗ്യദോഷം, ഞങ്ങളുടെ നാശം, ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ വല്ലാത്ത കുറ്റവാളികളായിപ്പോയി. ഇതാണ് അവര് പറയുന്നത്. വല്ലാത്ത ഭാഗ്യദോഷം തന്നെയാണല്ലോ അത്. നമുക്ക് വലിയ തെറ്റുപറ്റിപ്പോയി, നമ്മൾ വലിയ കുറ്റവാളികളായിപ്പോയി, നമ്മൾ വലിയ അക്രമികളായിപ്പോയി എന്നാണ് വലിയ ഞെട്ടലോടെയുള്ള തിരിച്ചറിവ് ഉള്ള വിധത്തില് അവര് പറയുന്നത്. ഖാലു, അള്ളാഹു, തിരിച്ചു പോകൂ, നിങ്ങളെ തേടി പലരും അവിടെ വരുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിച്ചതൊന്നും അവരുടെ തലയിലേക്ക് കയറുന്നില്ല. അവര് അവരുടെ ആത്മദ്രോഹത്തെക്കുറിച്ചുള്ള, അവര് ചെയ്ത അക്രമത്തെക്കുറിച്ചുള്ള
വ്യക്തമായ ബോധമാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നത് എങ്ങനെയാണ്? യാ വൈലന ഇന്ന കുന്ന ളാലിമീൻ. കഷ്ടം, ഞങ്ങളുടെ ഭാഗ്യദോഷം, ഞങ്ങളുടെ മഹാഭാഗ്യദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുന്നത് ഇന്ന കുന്ന ളാലിമീൻ, ശരിക്കും നമ്മൾ വല്ലാത്ത അതിക്രമികളായിരുന്നു കേട്ടോ എന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഇതൊരു തിരിച്ചറിവാണ്, ഒരു ഷോക്കാണ്. ആ ഷോക്കോട് കൂടിയാണ് അവര് ഇന്നാ കുന്ന ളാലിമീൻ എന്ന് പറയുന്നത്. എന്തൊരു ഭീകരമായ ദുരന്തമാണ് നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്, നമ്മൾ വലിയ അക്രമികൾ തന്നെ ആയിരുന്നു കേട്ടോ എന്ന് തിരിച്ചറിവോടുകൂടി അവർ പറയുകയാണ്. അവരെ വെട്ടിയിട്ട ജീവനറ്റ മരത്തടികളെ പോലെ, അല്ലെങ്കിൽ ചതച്ചരക്കപ്പെട്ട, ചവിട്ടി മെതിക്കപ്പെട്ട വൈക്കോൽ കൂമ്പാരം പോലെ ഒക്കെ ആക്കി മാറ്റപ്പെടുന്നത് വരെ നാം അവരെ അങ്ങനെ പൂർണ്ണമായിട്ട് അശേഷം ബാക്കിയാവാത്ത വിധത്തിൽ അവരെ പൂർണ്ണമായി നശിപ്പിച്ച് നാമാവശേഷമാക്കുന്നത് വരെ അവര് വിലപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഒരു കാര്യമാണ്. തിൽക്കദഅ്വാഹും തിൽക്കദഅ്വാഹും. ഇത് ആയിക്കൊണ്ടേയിരുന്നു അവരുടെ വിളിച്ചു പറയല്. എന്താണ് വിളിച്ചു പറയുന്നത്? യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ, യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങളുടെ മഹാഭാഗ്യദോഷമേ, ഞങ്ങൾ മഹാ അക്രമികളായി പോയല്ലോ എന്ന് വിലപിച്ച് ആർത്തു കരയുന്ന ഈ അവരുടെ ആർത്തനാദം അവര് ചവിട്ടി മെതിക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ അവര് നശിപ്പിക്കപ്പെട്ട് നാമാവശേഷമാക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ ചവച്ചരയ്ക്കപ്പെട്ട വൈക്കോല് പോലെയൊക്കെ ആകുന്നത് വരെ അവരുടെ നിലവിളി ഈ വിധത്തിലായിരുന്നു. അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്: യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ. ഇതാണ് അവരിങ്ങനെ സ്വയം അംഗീകരിച്ചുകൊണ്ട്, തെറ്റേറ്റു പറഞ്ഞുകൊണ്ട് അവര് വിലപിക്കുന്നത്. പക്ഷെ അത് വിലപിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ പശ്ചാത്തപിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭമല്ല. അത് കഴിഞ്ഞുപോയി. ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്താപമില്ല. അതാണ് അത് സംബന്ധമായ വസ്തുത. ഫിറഔന്റെ അനുഭവം നമുക്കറിയാം, വേറെ പലരുടെയും അനുഭവങ്ങൾ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോ ശിക്ഷ അവർക്ക് വന്നു കഴിഞ്ഞു എന്ന് അനുഭവപ്പെട്ട നേരത്തെ അവര് വെപ്രാളപ്പെട്ട് ഓടുകയാണ്, നാട് വിട്ട് ഓടുകയാണ്. അപ്പോഴവര് കേൾക്കുന്നതേ ഓടല്ലേ, തിരിച്ചു വരൂ, നിങ്ങളുടെ വാസസ്ഥലങ്ങള്, സുഖാഡംബര കേന്ദ്രങ്ങള്, ഇവിടൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ്, നിങ്ങളെ തിരക്കിക്കൊണ്ട് എത്ര പേരാണ് അവിടെ വരുന്നത്, നിങ്ങൾക്ക് മുഖം കാണിക്കാൻ വേണ്ടി എത്ര പേരാണ് അവിടെ വരി വരിയായിട്ട് കാത്തു നിൽക്കുന്നത്, നിങ്ങളങ്ങനെ ഓടിപ്പോയാലോ എന്ന വിധത്തില് കടുത്ത പരിഹാസമാണ് അവർ കേൾക്കേണ്ടി വരുന്നത്. അപ്പൊ അവര് തിരിച്ചറിവോടുകൂടി പറയുന്ന യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ, മഹാകഷ്ടം, മഹാഭാഗ്യദോഷം, നമ്മൾ വല്ലാത്ത അതിക്രമികളായി പോയി എന്നാണ് അവർ പറയുന്നത്. ഈ ഏറ്റുപറച്ചിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതുവരെ? അവരെല്ലാവരും തന്നെ ഹസീദുൻ ഹാമിദൂൻ ആവുന്നത് വരെ. ഹസീദൻ ഹാമിദീൻ, വ്യാകരണപരമായിട്ട് അങ്ങനെയാണ് ഈ ആയത്തിന്റെ ഭാഗമാവുമ്പോൾ ഉണ്ടാവുക. അപ്പൊ ഹസീദുൻ ഹാമിദൂൻ ആകുന്നത് വരെ അവര് ആ വിധത്തില് ആർത്ത് വിളിച്ചുകൊണ്ടാണ് ഉണ്ടാവുക. യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ എന്ന്. അപ്പൊ ഫമാ സാലത് തിൽക ദഅ്വാഹും, അവരുടെ ആർത്തു വിളിക്കല് ഇങ്ങനെ തന്നെ ആയിക്കൊണ്ട് തുടർന്നുപോയി. ഏതുവരെ? ഹത്താ ജഅൽനാഹും, നാം അവരെ മാറ്റുന്നത് വരെ. എന്തായിട്ടാണ്? അവരെ നിർജീവമായ താളുകളാക്കുന്നത് വരെ എന്നാണ് ഒരു മലയാള വിവർത്തനത്തിൽ കാണാൻ പറ്റും. ജീവനറ്റ താളുകൾ എന്ന് പറഞ്ഞാൽ വെട്ടി നിരത്തപ്പെട്ടപ്പോ വൈക്കോൽ കൂന പോലെ, അല്ലെങ്കിൽ വല്ല കൊയ്ത്തൊക്കെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെയുള്ള ധാന്യങ്ങളുടെ
ധാന്യങ്ങള് ഹാർവെസ്റ്റ് നടത്തുമ്പോൾ അതിന്റെ കൊയ്ത്ത് വിളവെടുപ്പൊക്കെ നടത്തുമ്പോൾ അത് വെട്ടിയിട്ട് അങ്ങനെ കറ്റയാക്കി വെച്ച പോലെ ജീവനില്ലാത്ത വിധത്തില് അടുക്കിയിട്ട പോലെ അവരായി മാറുന്നത് വരെ അവര് ഈ വിലപിച്ചുകൊണ്ടുള്ള ആർത്തു വിളിക്കല് തുടരുകയാണ്. ഓരോരുത്തരുടെയും നാവിൻ തുമ്പുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ജീവൻ അറ്റുപോകുന്നത് വരെ അവര് ഈ ആർപ്പുവിളിയിലാണ്. യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ എന്നാണ് അവരുടെ അവസാന ശ്വാസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നാം അവരെ ഹസീദൻ ഹാമിദീൻ ആക്കുന്നത് വരെ അവരുടെ നിലവിളി ഇങ്ങനെയായിരുന്നു. ഹാമിദ് എന്ന് പറഞ്ഞാല് വീഴ്ത്തിയിടപ്പെട്ടത്, തകർത്തിട്ടത് എന്നൊക്കെയാണ്. ഹസീദ് എന്ന് പറഞ്ഞാല് ഈ കൊയ്ത്ത് നടത്താൻ വേണ്ടി വെട്ടിയിട്ടത്, കൊയ്ത്ത് നടത്തുമ്പോഴൊക്കെ ചെയ്യുന്ന വെട്ടിയിടുന്ന പോലെ. അപ്പൊ ഒരു കൃഷിയിടത്തിലേക്കുള്ള ഉപമ, ഒരു ചേർത്ത് വെക്കൽ ഇത് കാണാൻ കഴിയും. ഒരു നിറഞ്ഞ വിളവുള്ള സമൃദ്ധിയുടെ ലക്ഷണമായിട്ടുള്ള ഒരു വിളയായി നിൽക്കുന്ന ഒരു നെൽവയല് അല്ലെങ്കിൽ ഗോതമ്പ് വയലും ഒക്കെ, അത് അതിന്റെ വിളവെടുപ്പ് നടത്തുന്നതിന് മുമ്പായിട്ട് വല്ല കാറ്റോ ശക്തമായ മഴയൊക്കെ ആയിട്ട് അതൊക്കെ വീണടിഞ്ഞു പോകുന്ന, അതില് ഒരു നല്ല ലക്ഷണവും അവശേഷിക്കാത്ത വിധത്തിൽ വീണടിഞ്ഞു കിടക്കുന്ന ആ കാഴ്ച, കൊയ്തിട്ട അല്ലെങ്കിൽ വെട്ടിയിട്ട ഒക്കെ പോലെയുള്ള അവസ്ഥ. ആ അവസ്ഥയിലേക്ക് നാം അവരെ മാറ്റുന്നത് വരെ, ജീവന്റെ തുടിപ്പിന്റെ കരിമ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവര് ചത്തൊടുങ്ങുന്നത് വരെ അവര് ഈ ആർത്തുവിളി നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോവുകയുണ്ടായത്. അവരുടെ വിളിച്ച് ആർത്തുകരയലി ഇങ്ങനെ തന്നെ തുടരുകയായിരുന്നു. നാം അവരെ പൂർണ്ണമായി നശിപ്പിച്ച് വെട്ടി വീഴ്ത്തി അരിഞ്ഞു വീഴ്ത്തിയ അവസ്ഥയിലാക്കുന്നത് വരെ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ആളുകള് പ്രവാചകന്മാരുടെ മുന്നില് ധാർഷ്ട്യം കാണിച്ച്, ധിക്കാരം കാണിച്ച്, സ്വന്തം സ്രഷ്ടാവായ അള്ളാഹുവിന് വിധേയപ്പെടാനുള്ള സന്നദ്ധത കാണിക്കാതെ ധിക്കാരവും താൻ പോരിമയും ഒക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ്. ഇതുപോലെ നിഗളിപ്പ് കാണിച്ച തലമുറകള്, സമൂഹങ്ങള് ഒരുപാട് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നു എന്ന ലക്ഷണങ്ങൾ കണ്ടപ്പോ ആ നിഗളിപ്പ് കാണിക്കാൻ അവർക്ക് പിന്നെ കഴിഞ്ഞിട്ടില്ല. അവര് വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടാനാണ് നോക്കിയത്. പക്ഷെ അവരെ ഏറ്റുവാങ്ങേണ്ടി വന്നത് വളരെ കടുത്ത പരിഹാസമായിരുന്നു എന്നതാണ് അള്ളാഹുവിടെ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അംബിയയിലെ 11 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.